നമസ്തേ. ഇത് ICSE ക്ലാസ് 10 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ജാവ. അതിലെ ഒരു ക്വസ്റ്റ്യൻ മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ക്വസ്റ്റ്യനും ആൻസറും. അപ്പോ ആദ്യം നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ എ ക്ലാസ് വിത്ത് ഫോളോയിങ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുക ഈ താഴെ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻ വെച്ചിട്ട്. ക്ലാസിന്റെ പേര് കൊടുക്കാൻ പറഞ്ഞത് ബാങ്ക്. നമുക്കറിയാം ഒരു ക്ലാസ്സിൽ മെമ്പർ വേരിയബിൾസും ഉണ്ട്, മെമ്പർ മെത്തേഡ്സും ഉണ്ട്. അപ്പോ 1, 2, 3, 4 4 വേരിയബിൾസ്. അതിന്റെ ഡേറ്റ ടൈപ്പ് ഡബിൾ ആണ്. ഇവിടെ ആ വേരിയബിൾസ് എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പി അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് സ്റ്റോർ ചെയ്യാൻ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഊഹിക്കാം, ഇതൊരു ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ലോൺ കൊടുത്താൽ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പെനാലിറ്റി, പീനൽ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പൊ നമുക്ക് ആ ഇൻട്രസ്റ്റ് കാണാൻ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് വേണം. അതിന് എത്ര നാളത്തേക്കാണ്, 6 മാസത്തേക്കാണോ, 1 വർഷത്തേക്കാണോ, 2 വർഷത്തേക്കാണോ, അതിന് ടൈം വേണം. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വേണം. പിന്നെ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ്, ആ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ടോട്ടൽ എമൗണ്ട് സ്റ്റോർ ചെയ്യാൻ ഒരു വേരിയബിൾ വേണം. അപ്പൊ 4 വേരിയബിൾ വേണം. അപ്പൊ അതാണ് ഇവിടുത്തെ മെമ്പർ വേരിയബിൾസ്. ക്ലാസിന്റെ പേര് ബാങ്ക്. ഇവിടെ ക്വസ്റ്റ്യനിൽ 2 മെത്തേഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോ ആ പിയും എന്നും ചോദിക്കാൻ, അപ്പോ നമ്മൾ വിചാരിക്കും 6 എന്തുകൊണ്ട് ചോദിച്ചില്ല. 6 ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. ഇവിടെ പ്രിൻസിപ്പലും ടൈമും മാത്രമേ ചോദിക്കുന്നുള്ളൂ. പ്രിൻസിപ്പൽ എമൗണ്ടും ടൈമും മാത്രമേ ചോദിക്കുന്നുള്ളൂ ഇൻപുട്ടിൽ. പിന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അത് ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഫോർമുല ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആദ്യത്തെ ഭാഗം മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത്. ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസിന്റെ പേര് ബാങ്ക്. അതില് 4 വേരിയബിൾസ് ഉണ്ട്, പി, എൻ, ആർ, എ. എല്ലാം ഡബിൾ ആണ്. അപ്പൊ ഡബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ഡെസിമൽ കഴിഞ്ഞ് ഫ്രാക്ഷനും ആകാം, വലിയ സംഖ്യകളും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ എന്നുള്ള ടൈപ്പ് ഉപയോഗിച്ചത്. അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് സ്റ്റോർ ചെയ്യാൻ ഒരു വേരിയബിള്, ടൈം സ്റ്റോർ ചെയ്യാൻ ഒരു വേരിയബിള്, അത് എന്ന്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്റ്റോർ ചെയ്യാൻ ഒരു വേരിയബിൾ 6. പിന്നെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ എ ഉണ്ട്. അപ്പൊ ക്ലാസ്സിൽ ഡേറ്റ മെമ്പർ വേരിയബിൾസ് മാത്രം പോരാ, മെത്തേഡ്സും വേണം. ക്ലാസ്സിൽ മെത്തേഡും വേരിയബിൾസും ഉണ്ട് അല്ലേ. അപ്പോ മെത്തേഡ്സ് വേണം. 2 മെത്തേഡ്സാണ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാന്ന് ചോദിക്കാനും, അവിടെ സ്കാനർ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, അത് ഇൻപുട്ടിന് വേണ്ടിയിട്ടാണ്. ഒപ്പം തന്നെ ടൈമും ചോദിക്കണം. പിന്നെ നമ്മൾ ആ തന്നിരിക്കുന്ന ഫോർമുല അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യും. ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല അനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. നമുക്ക് ആ ബാക്കിയുള്ള ഭാഗം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാം. അപ്പൊ ക്ലാസ്സിലെ മെമ്പർ വേരിയബിൾസും മെമ്പർ മെത്തേഡ്സും നമുക്ക് മനസ്സിലായി. അടുത്തത് നമ്മൾ ഇവിടെ നോക്കുന്നത് ഇതെങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നെന്നുള്ളതാ. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അരവർഷം, അതായത് 6 മാസം ആണെങ്കിൽ 9%,
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അരവർഷം മുതൽ 1 വർഷം വരെയാണെങ്കിൽ 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒന്നിൽ കൂടുതൽ, അവിടെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉണ്ട്. 1 മുതൽ 3 വർഷം വരെയാണ് 11% ഇൻട്രസ്റ്റ്, 11%. അത് 3 ഇയേഴ്സിന് മുകളിലാണെങ്കിൽ 12% ഇൻട്രസ്റ്റ്. അപ്പൊ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ എമൗണ്ട് കാണുമ്പോൾ ഈ P × 1 + R/100 ഹോൾ റൈസ് ടു n എന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ളതാണ് ആ ഫോർമുലയിൽ. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട 2 മെത്തേഡ് കൂടാതെ ഒരു മൂന്നാമതൊരു മെത്തേഡും കൂടെ പറയുന്നുണ്ട്. അത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണിക്കണം എന്നൊരു ഫോർമാറ്റും കൊടുത്തിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഹെഡിങ്, അതിന് താഴെ പ്രിൻസിപ്പൽ എമൗണ്ട്. ടൈം ഹെഡിങ്, അതിന് താഴെ എത്രയാ പീരീഡ്, വർഷം എത്രയാ അല്ലെങ്കിൽ എത്ര മാസം ആണെന്നുള്ളത്. പിന്നെ റേറ്റ്, എമൗണ്ട്. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ മെയിൻ മെത്തേഡ് ടു ക്രിയേറ്റ് ആൻ ഓബ്ജക്ട് ആൻഡ് കോൾ ദി എബോവ് മെത്തേഡ്സ്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഉത്തരം അനുസരിച്ച് ആ ക്ലാസ്സിന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവസാനം എത്തിയപ്പോ ഒരു മെയിൻ മെത്തേഡും എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്ലാസ്സും വേണം, മെയിൻ മെത്തേഡും വേണം. അപ്പൊ കംപ്ലീറ്റ് പ്രോഗ്രാം നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ആ കംപ്ലീറ്റ് പ്രോഗ്രാമിലേക്ക് പോകാം. ഞാൻ ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് ഒരു ബാങ്ക് എന്ന് പറഞ്ഞ ക്ലാസ്, അതിനകത്ത് 4 വേരിയബിൾ, അത് മെമ്പർ വേരിയബിൾസ്, 3 മെത്തേഡ്സ് ഉണ്ട്. അതായത് 3 മെത്തേഡ്സ് ഉണ്ട്. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേ. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ, ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാൻ. ആ കാൽക്കുലേഷനിൽ ഒരു ഇച്ചിരി കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട് അവിടെ. അതായത് 6 മാസം വരെയാണ് 9%, അരവർഷം മുതൽ 1 വർഷം വരെയാണെങ്കിൽ 10%, 10%, 1 ഇയറിനും 3 ഇയറിനും ഇടയ്ക്കാണെങ്കിൽ 11%, ഗ്രേറ്റർ ദാൻ 3 ഇയേഴ്സ് ആണെങ്കിൽ 12%. പിന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുലയും തന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്നൊരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ മെത്തേഡ് ആവശ്യമുണ്ട്. അപ്പൊ ആദ്യം ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു, പിന്നെ ലാസ്റ്റ് മെയിൻ മെത്തേഡ് പറഞ്ഞു. അപ്പൊ കംപ്ലീറ്റ് പ്രോഗ്രാം നമുക്ക് ഇവിടെ എഴുതേണ്ടി വരും. നമുക്ക് നോക്കാം ഇവിടെ. അപ്പോ ഇവിടെ നമുക്കറിയാം ജാവ യൂട്ടിൽ. ഇവിടെ നമുക്ക് സ്കാനർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻപുട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ആ സ്കാനറിന്റെ ഒരു ഓബ്ജക്റ്റ് ആവശ്യമുണ്ട്. അതിനാണ് ഇമ്പോർട്ട് ജാവ യൂട്ടിൽ ഡോട്ട് സ്റ്റാർ എഴുതിയിരിക്കുന്നത്. അവിടെ ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് സ്കാനർ എന്ന് എഴുതാം. അതാണ് നമ്മൾ ആ സ്കാനർ OB ഡോട്ട് ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ബാങ്ക് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോ ക്ലാസ് ബാങ്കായി. ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ എൻകാപ്സുലേറ്റ് ചെയ്യുന്നത് അതിന് ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും ഇട്ടിട്ട. ഇവിടെ ഓപ്പണിംഗ് ബ്രാക്കറ്റേ ഉള്ളൂ. ഇത് മറ്റ് സ്ലൈഡുകളിൽ കൂടെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. 4 വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അത് PNRA ആണ്. സ്കാനർ എന്ന് പറഞ്ഞ ആ ബിൽറ്റ് ഇൻ ക്ലാസ്സിൽ നിന്ന് അതിന്റെ ഒരു ഓബ്ജക്റ്റ് OB എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി. ന്യൂ എന്ന് പറഞ്ഞ കീവേഡാണ്. അതിനിടയ്ക്കൊരു സ്പേസ് വേണം. ഇവിടെ കൊടുത്തപ്പോൾ സ്പേസ് ഇല്ല. ന്യൂനും സ്കാനറിനും ഇടയ്ക്കൊരു സ്പേസ് ആവശ്യമുണ്ട്. ഇതിൽ സ്പേസ് ഇല്ല കേട്ടാ, സ്പേസ് ആവശ്യമുണ്ട്. ആ സ്കാനർ സിസ്റ്റമിന് നമുക്ക് വേണം അതിന്റെ കൺസ്ട്രക്ടറായിട്ട് കണക്കാക്കാം. കൺസ്ട്രക്ടർ ആണ് അതിന്റെ. എനിവേ, നമ്മൾ ആ സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അത് ബിൽറ്റിനിൽ നിന്ന് നമ്മൾ എടുക്കുക ചെയ്തു. ആ ഓബ്ജക്റ്റ് OB ആണ്. അപ്പൊ നമ്മൾ 4 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മൾ 3 ഫംഗ്ഷനിലേക്ക് പോവാം. ആദ്യത്തെ ഫംഗ്ഷൻ, ആദ്യത്തെ മെത്തേഡ് ആക്സെപ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ ആ സിസ്റ്റം ഔട്ട് പ്രിന്റ് ലൈൻ എൻ്റർ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ആ എൻ്റർ പ്രിൻസിപ്പിൾ എന്നുള്ളത് ആസ് ഇറ്റ് ഈസ് സ്ക്രീനിൽ കാണിക്കും. നമ്മൾ ആ ഇൻവെർട്ടർ കോമയിൽ എന്താണോ കൊടുക്കുന്നത് അത് അതുപോലെ സ്ക്രീനിൽ കാണിക്കും. എന്നിട്ട് ആ സ്ക്രീനിൽ നിന്ന് കിട്ടുന്ന വാല്യൂ Pയിൽ സ്റ്റോർ ചെയ്യും.
അവിടെ ആ ആ ബിൽറ്റ് ഇൻ ഫംഗ്ഷനെ വിളിക്കുന്നത് OB ഡോട്ട് മെത്തേഡ് വെച്ചിട്ട്, അതാണ് അതിന്റെ സിൻടാക്സ്. അപ്പൊ നെക്സ്റ്റ് ഡബിൾ എന്ന് വിളിച്ചിട്ട് ആ വാല്യൂ പിയിൽ സ്റ്റോർ ചെയ്യും. പ്രിൻസിപ്പൽ എമൗണ്ട് സ്റ്റോർ ചെയ്തു. പിന്നെ അടുത്തത് നമ്മളോട് ചോദിക്കുന്നത് എത്രയാ ടൈം, 6 മാസത്തേക്കാണോ, 1 വർഷത്തേക്കാണോ, 2 വർഷത്തേക്കാണോ, 3 വർഷത്തേക്കാണോ. അത് എൻ്റർ ദ നമ്പർ ഓഫ് ഇയേഴ്സ്. അതും നെക്സ്റ്റ് ഡബിൾ അത് എടുത്തിട്ട് അത് എന്നിൽ സ്റ്റോർ ചെയ്തു. അപ്പൊ ഒരു മെത്തേഡ് കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ പ്രിൻസിപ്പളും നമ്പർ ഓഫ് ഇയേഴ്സും മാത്രമേ ചോദിക്കുന്നുള്ളൂ. നമുക്ക് പിന്നെ വേണ്ടത് ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അതിന് ഇൻട്രസ്റ്റ് റേറ്റാ വേണ്ട. ആ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുന്നത്. കാൽക്കുലേറ്ററിൽ നമുക്കറിയാം, നമ്മുടെ കയ്യിൽ നമ്മളെ ക്വസ്റ്റ്യനിൽ കണ്ടു 0.5 ആണ്. 0.5 എന്ന് പറയുന്നത് അരവർഷം. പകുതി വർഷമാണെങ്കിൽ 9 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, 6 നമ്മൾ. അപ്പം 0.5 6 മാസത്തിൽ കുറവാണെങ്കിൽ നമ്മൾ 6 9 ആക്കി. അപ്പോൾ നമ്മുടെ കയ്യിൽ പി ഉണ്ട്, ടൈമിന്റെ N ഉണ്ട്. ഇപ്പൊ 6 കിട്ടി. അപ്പൊ ഇത് അരവർഷമാണെങ്കിലേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യനില് അരവർഷത്തിനും 1 വർഷത്തിനും ഇടയ്ക്കാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റേറ്റ് ഓഫ് എന്താ ടൈം അവിടെ ഒരു ചെറിയ ആ എൽസിൽ 6 അല്ല N വേറെ. N ഗ്രേറ്റർ ദാൻ 1, N ലെസ് ദാൻ 3. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ആ എൽസില് N ഗ്രേറ്റർ ദാൻ 0.5 N ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. അതായത് അരവർഷത്തിനും 1 വർഷത്തിനും ഇടയ്ക്കാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ആയി. അവിടെ ഒരു ഈഫ് എൽസ് ഉണ്ട്. ആദ്യം ഈഫ് നമ്മൾ കഴിഞ്ഞ പേജിൽ കണ്ടതാ, അതിന്റെ എൽസ് ആണിത്. പിന്നെ ഒരു എൽസിഫ് ആണ്. അപ്പൊ അതല്ലെങ്കിൽ അത് 6 മാസത്തിനും 1-നും ഇടയ്ക്കാണെന്ന് നോക്കും, 6 10 ആക്കി. അതും അല്ലെങ്കിൽ എൽസിഫ് വീണ്ടും ഒരു നെക്സ്റ്റഡ് എൽസിഫ് ആണിത്. 6ഉം 1ഉം N ലെസ് ദാൻ 3 എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പുറത്തെ 6 എന്നുള്ളത് അത് N ആക്കി. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. N ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ആ 2 ആൻഡ് ഉദ്ദേശിക്കുന്ന ഒരു ആൻഡ് ആണ്. ആ 2 ആൻഡ് ഓപ്പറേറ്റർ ആണ്. N ലെസ് ദാൻ 3. അപ്പൊ 1-നും 3-നും ഇടയ്ക്കാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 11 ആണ്. ഇനി നമുക്ക് ആ ഫോർമുല, നമ്മൾക്കൊരു ഇൻട്രസ്റ്റ് കാൽക്കുലേഷന്റെ ഫോർമുല തന്നിട്ടുണ്ട്. അതെങ്ങനെ ബിൽഡ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. ആ ഹോൾ റേസ് ടു N വന്നുകൊണ്ട് അതിനെ പവർ ആക്കി. അതിന് ഒരു ബേസ് പാർട്ടും ഉണ്ട്, എക്സ്പോണൻഷ്യൽ പാർട്ടും ഉണ്ട്. ആ ബേസ് പാർട്ട് ആണ് 1 + R ഡിവൈഡ് ബൈ 100 ആസ് പെർ ദ ഫോർമുല, കോമ. അപ്പം പവർ വിളിക്കുമ്പോൾ പവർ എന്ന് പറഞ്ഞാൽ ആ എക്സ്പോണന്റ് ഉള്ള പാർട്ട്. ആ പവർ വിളിക്കുമ്പോൾ നമുക്കൊരു ബേസ് പാർട്ടും വേണം, എക്സ്പോണന്റ് പാർട്ടും വേണം. ആ ബേസ് പാർട്ട് നമ്മൾ എഴുതി. അങ്ങനെയാണ് കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. 1 + R ബൈ 100 അതിന്റെ ബേസ്, അതിന്റെ എക്സ്പോണന്റ് പാർട്ട് L, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് മാത്ത് എന്ന് പറഞ്ഞ ലൈബ്രറി എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് മാത്ത് ഡോട്ട് പവർ, പിന്നെ നമുക്ക് അതിന്റെ ഫോർമുലയിൽ പ്രിൻസിപ്പൽ എമൗണ്ടും കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ P ഇൻറ്റു ആ ഫോർമുലയാണ് അവിടെ ബിൽഡ് ചെയ്തത്. ഫോർമുല നമ്മൾ ആ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല നമ്മൾ ആ പ്രോഗ്രാമിങ്ങിന്റെ ഇക്വേഷനിലേക്ക് മാറ്റുക ചെയ്ത്. അപ്പൊ മാത്തിലുള്ള പവർ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ വിളിച്ചേ. ആ പവറിന് 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒന്ന് അതിന്റെ ബേസും, മറ്റത് എക്സ്പോണന്റ് പാർട്ടും. ബേസ് എന്ന് പറയുന്നത് 1 + R ബൈ 100 ആണ്. എക്സ്പോണന്റ് പാർട്ട് N ആണ്. അത് വിളിക്കുന്നത്, പവർ വിളിക്കുന്ന മാത്ത് ഡോട്ട് POW എന്ന് പറഞ്ഞാണ്. ആ കിട്ടുന്നതിന്റെ കൂടെ പ്രിൻസിപ്പൽ എമൗണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് കണ്ടു. ഇപ്പൊ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡും കണ്ടു. ഇനി ഒരു മെത്തേഡും കൂടെ ഉണ്ട് ഈ പ്രോഗ്രാമിൽ. അത് ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യം പ്രിൻസിപ്പൽ ഹെഡിങ് വേണം, പിന്നെ റേറ്റ് വേണം, പിന്നെ ടൈം വേണം, എമൗണ്ട് വേണം. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിനോട് ഇടയ്ക്കൊരു ടാബിന്റെ അകലം വേണം. അപ്പോൾ ഒരു /T കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ സിസ്റ്റം ഔട്ട് പ്രിന്റ് ലൈൻ കഴിഞ്ഞ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇട്ട് ഇൻവേർട്ടർ കോമയിൽ നമ്മൾ എന്ത് എഴുതുന്നു അത് അതുപോലെ പ്രിന്റ് ചെയ്യും. അപ്പോൾ പ്രിൻസിപ്പലിന് പ്രിന്റ് ചെയ്തു. ഈ സ്ലാഷ് ടി എന്ന് പറയുന്നത് ഒരു ടാബ് അകലത്തിൽ റേറ്റ് പ്രിന്റ് ചെയ്തു. ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് അതായത് ഈ കൺകാറ്റിനേറ്റ് ചെയ്യാനാണ് പ്ലസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ടാബ് അകലത്തിൽ പിന്നെ റേറ്റ് നമ്മൾ ഇൻവെർട്ടർ കോമയിൽ കൊടുത്തിട്ടുണ്ട്, അത് അതുപോലെ പ്രിന്റ് ചെയ്യും. പിന്നെ ഒരു ടാബ് വന്നു, അപ്പോൾ ആ ടാബിന്റെ സ്പേസ് അവിടെ വന്നു, അത്രയും സ്പേസ് കിട്ടും. ഒരു ടാബിന്റെ സ്പേസ് എന്ന് പറയുമ്പോൾ ഒരു 5 സ്പേസ് കിട്ടും അവിടെ. അത് ആ വൃത്തിയായിട്ട് അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പൽ കഴിഞ്ഞ് കുറച്ച് സ്പേസ് റേറ്റ്, അത് കഴിഞ്ഞ് കുറച്ച് സ്പേസ് ടൈം, അത് കഴിഞ്ഞ് കുറച്ച് സ്പേസ് എമൗണ്ട്. അത് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ എഴുതിയിരിക്കുക അത്. അപ്പം അങ്ങനെയാണ് ആ എമൗണ്ട് എന്ന് പറയുമ്പോൾ എമൗണ്ട് ആയിട്ട് പ്രിന്റ് ചെയ്യും. രണ്ടാമത്തെ ലൈനിൽ നോക്കുക, പ്രിൻസിപ്പലിന് തൊട്ട് താഴെ പി പ്രിന്റ് ചെയ്യും, അതിന്റെ വാല്യൂ. അവിടെ ഒരു സ്ലാഷ് ടി ഉണ്ട്, അപ്പോൾ ഒരു അകലം കിട്ടും. റേറ്റിന് തൊട്ട് താഴെ 6 പ്രിന്റ് ചെയ്യും, അത് കഴിഞ്ഞൊരു അകലം കിട്ടും ടാബിന്റെ. അതിന് തൊട്ട് താഴെ ടൈം പ്രിന്റ് ചെയ്യും, അവിടെ ഒരു അകലം കിട്ടും. പിന്നെ എമൗണ്ടും പ്രിന്റ് ചെയ്യും. അങ്ങനെയാണ് അത് പ്രിന്റ് ചെയ്യുന്നത്. ഇത് ആസ് പെർ ദ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ നമ്മൾ പ്രിന്റ് ചെയ്യും. ആ ക്വസ്റ്റ്യന്റെ അവസാന ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് അതിന് മെയിനും കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഭാഗം നമുക്ക് നോക്കാം. നമ്മൾ വോയിഡ് മെയിനാ കൊടുത്തിരിക്കുന്നത്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ബാങ്കിന്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കി, അത് ബി ആണ്. അതായത് ബാങ്ക് എന്ന് പറഞ്ഞ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി ബി. അതിന്റെ സിന്റാക്സ് എങ്ങനെയാ? ബാങ്ക് ബി ഈക്വൽ ടു ന്യൂ ബാങ്ക്. ന്യൂ എന്ന് പറഞ്ഞ കീവേഡാണ്. എന്നിട്ട് നമ്മൾ അതിനെ വിളിച്ചു അക്സെപ്റ്റ്, കാൽക്കുലേറ്റ്, ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് വിളിച്ചു. ആ ഒബ്ജക്റ്റ് ഡോട്ട് മെത്തേഡിനെയും അതിനകത്ത് പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിൽ കൊടുക്കും നമ്മൾ. അപ്പൊ ഇവിടെ നമ്മൾ എല്ലാം എഴുതിയിരിക്കുന്നത് വിത്തൗട്ട് പാരാമീറ്റർ. അപ്പോ അക്സെപ്റ്റ് വിളിക്കും, അപ്പോൾ ഉടനെ ആ 2 വാല്യൂ ചോദിക്കും. കാൽക്കുലേറ്റ് വിളിക്കും, അപ്പോൾ കാൽക്കുലേഷൻ നടത്തും. പിന്നെ ഡിസ്പ്ലേ വിളിക്കും, അപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അങ്ങനെ ആ മൊത്തം പ്രോഗ്രാം ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ പ്രോഗ്രാം. എൻ്റെ വിശ്വാസം ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ്. അപ്പൊ താങ്ക് യു. ഇതുപോലെ ഞാൻ മറ്റു പ്രോഗ്രാമുകളും കൂടെ പറയാം. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനുള്ള കമന്റുകൾ ഇടുക. ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള മറ്റേത് പ്രോഗ്രാമൊക്കെയാണ് ആ പുസ്തകത്തിന് വേണ്ടത്, അതും കമന്റ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണോ അത് കമന്റ് ചെയ്യുക, വേണ്ടത് എന്താണെന്ന് വെച്ചാൽ. അപ്പൊ താങ്ക്സ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താങ്ക് യു.